ഇപ്പോൾ നടൻ സൗബിൻ ഷാഹിർ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. സൗബിൻ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തൂത്തുവാരി ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് എന്നാണ് നമ്മളൊക്കെ വിലയിരുത്തുന്നത്. എന്താണ്, എത്രമാത്രമുണ്ട് സന്തോഷം? വളരെയധികം സന്തോഷം. കാരണം ഇത്രയധികം അവാർഡ് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ടീം വർക്കിനെ എല്ലാ രീതിയിലും അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷം. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലധികം സന്തോഷമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മികച്ച ചിത്രം, സംവിധാനം, സ്വഭാവ നടൻ, ഈ കാറ്റഗറിയിലെല്ലാം അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലെങ്കിലും ഒരു അവാർഡ് നേരത്തെ കിട്ടുമെന്നൊരു പ്രതീക്ഷ അതുണ്ടായിരുന്നോ? അവാർഡിന് വേണ്ടിയല്ല ചിത്രങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൂടി. അങ്ങനെ അങ്ങനെ അധികം പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിനും ഒരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ചിത്രത്തിന് കിട്ടണമെന്നുള്ളതും. അജയേട്ടനാണെങ്കിലും അവരൊക്കെ വളരെയധികം ആർട്ട് ഡയറക്ഷൻ ആണെങ്കിൽ പോലും ഷൈജുക്കാലി ഇതാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഇവർക്കൊക്കെ കിട്ടണമെന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. കാരണം ഇത്ര പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇങ്ങനെ അംഗീകാരം ലഭിക്കുമ്പോൾ, അതും സ്റ്റേറ്റ് അവാർഡ് പോലുള്ള വളരെ പ്രശസ്ത ആയിട്ടുള്ള ഒരു അവാർഡ് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ വരും. ആ സിനിമയുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ആ സിനിമ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നെന്താണ്? അതിന്റെ മുന്നൊരുക്കങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്തുള്ള പല സംഭവങ്ങളായിരിക്കാം. എന്താണ് സൗബിനെ മഞ്ഞുമൽ ബോയ്സുമായി വളരെ കണക്റ്റഡ് ആക്കുന്ന ഒരു ഘടകം എന്താണ്? കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. റോപ്പിൽ തൂങ്ങിക്കിടക്കുമ്പോട്ട് ടീം വർക്ക് എല്ലാം ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരുന്നത് റിയൽ മഞ്ഞുമൽ ബോയ്സ് അല്ലേ, അവരാണ് എനിക്ക് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്. കാരണം ഈ അംഗീകാരങ്ങളെല്ലാം അവർക്കും കൂടി കിട്ടിയതുപോലെയാണ് ഞാൻ കാണുന്നത്. കാരണം അവരുടെ റിയൽ സ്റ്റോറി നമ്മളിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതിലാണല്ലോ നമുക്ക് ഇത്രയധികം. അപ്പോൾ ഈ അവാർഡ്സ് എല്ലാം അവർക്കും കൂടി അറിയപ്പെട്ടതാണ്. അതിനോടാണ് നന്ദി പറയുന്നത്. അവരോട് എല്ലാവരോടും ഈ നിമിഷത്തിൽ വളരെയധികം നന്ദി പറയുന്നത് ഞാൻ. റിയൽ മഞ്ഞുമൽ ബോയ്സ് ടീമിലും എനിക്കുള്ള എൻ്റെ എന്താ സഹനടനുള്ള അവാർഡാണ്. ഇപ്പോൾ റിയൽ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ടന് ആ സന്തോഷം പങ്കുവെക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ഇനിയിപ്പോ എന്തായാലും നിർമ്മാതാവ് എന്ന നിലയിലുള്ള സന്തോഷം. അതെ, നിർമ്മാതാവ് എന്ന നിലയിൽ നമ്മൾ ഈ പറയുന്ന മലയാള സിനിമയുടെ ഒരു ഭാഗം കൂടിയാണ് സൗബിൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കിട്ടുന്ന അവാർഡുകളൊക്കെ ഒരു വലിയ ഊർജ്ജമാണല്ലോ. ഇനിയുള്ള പുതിയ പ്രോജക്റ്റുകളൊക്കെ അത് 1 by 1 ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. അതെ 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 എന്തായാലും ഇങ്ങനെയുള്ള ചിത്രങ്ങളും അതേപോലത്തെ എന്താ പറയുക കലാമൂല്യമുള്ള ചിത്രങ്ങളിലും ചെയ്യാനാണ് ആഗ്രഹം. അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ് നിൽക്കുന്നത്. എന്തായാലും പ്രതീക്ഷിക്കാം നല്ല സബ്ജക്റ്റ് വന്നാൽ ചെയ്യാനൊക്കെ ആയിട്ട്. എന്തായാലും ഇത് കുറച്ചും കൂടി നമുക്ക് ഒരു എന്താ പറയുക വർക്ക് ചെയ്യാനും ആലോചിക്കാനും എല്ലാത്തിനും കൂടിയുള്ളൊരു വലിയൊരു സ്പേസാണ് ഈ അവാർഡിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് സൗബിൻ ഷാഹിർ. എന്തായാലും സ്വഭാവ നടനുള്ള മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരത്തിനും ഒപ്പം തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന ടീം ഉണ്ടാക്കിയ ഒരുപാട് ഓളത്തിനും ഒക്കെ ഒരുപാട് നന്ദിയും ഒപ്പം തന്നെ കൺഗ്രാറ്റ്സും അറിയിക്കുന്നു സൗബിൻ. താങ്ക് യു. യെസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.